ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഇപ്പോൾ രാവിലെ ഇറങ്ങി. ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. മെട്രോയിലാണ് ഞാൻ പോകുന്നത്. രാവിലെ കുറേ പ്രാവുകളുണ്ടോ. ഈ ഏരിയയാണ് നമ്മളെ റംസാൻ സ്ട്രീറ്റ് ഫുഡ് നടക്കുന്നത് കേട്ടോ. ഇവിടെയാണ് രാവിലെ തിരക്കൊന്നുമില്ല. വൈകിട്ടാണ് എല്ലാ കടകളും ഓപ്പൺ ആവുന്നത്. എല്ലാവരും രാവിലെ ഒരു 2 മണിയിലേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അടച്ച്. ഇതുവഴിയാണ് ഞാൻ നടന്ന് മെട്രോയിലോട്ട് പോകുന്നത്. ബുർജുമാൻ മെട്രോയിലാണ് പോകുന്നത് കേട്ടോ. എല്ലാം കരാമ ഏരിയയാണ്. രാവിലെ എല്ലാവരും ഓഫീസിൽ പോകേണ്ട തിരക്കാണ്. പറഞ്ഞ പോലെ ഒത്തിരി ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ് കേട്ടോ, ഈ ഏരിയയിലാണ്. അതെല്ലാം പണ്ടൊക്കെ ഒരു 2 കൊല്ലത്തേക്ക് മുന്നേയൊക്കെ റംസാൻ എല്ലാം ഓപ്പണായിട്ടൊന്നും കടകളിലൊന്നും നിന്ന് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇരുന്ന് കഴിക്കാം. ഗവൺമെൻറ് അലൗഡാണ്. അതാണ് ബസ് സ്റ്റോപ്പ് കാണുന്നത്. നമുക്ക് അകത്ത് കയറി ഇരിക്കാൻ പറ്റും. AC എല്ലാം ഉണ്ടാവും കേട്ടോ. അതാണ് റംസാൻ സ്ട്രീറ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വേണ്ടത് വണ്ടികളൊക്കെ നിർത്തി തരും നമുക്ക്. ഇതിൻ്റെ അകത്തോട്ട് ഒത്തിരി കടകളുണ്ട്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. എൻ്റെ റൂമിൻ്റെ അവിടെ നിന്നൊരു 5-6 മിനിറ്റ് നടക്കാനുണ്ട് മെട്രോയിലോട്ട്. ഒരു പപ്പിയെ കൊണ്ടുപോകുന്നുണ്ട്. ദുബായിൽ മിക്ക സ്ഥലത്തും വേപ്പിൻ്റെ മരങ്ങൾ കാണാം കേട്ടോ. എല്ലാ സ്ഥലത്തും ഇടയ്ക്കിടയ്ക്ക് വയ്ക്കും ഉണ്ടോ വേപ്പ്. രണ്ട് മെട്രോ സ്റ്റേഷൻ അടുത്തുണ്ട്. ഇന്ന് കരാമ മെട്രോ സ്റ്റേഷൻ, അതൊരു 15 മിനിറ്റ് നടക്കണം എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന്. പിന്നെ ബുർജുമാന അടുത്ത്. ബുർജുമാന നമുക്ക് എല്ലാ മെട്രോയും ആക്സസ്സാണ്. ഗ്രീൻ ലൈനുണ്ട്, പിന്നെ റെഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എല്ലാവരും മിക്ക സ്ഥലത്തോട്ടും നമുക്ക് മെട്രോ ആക്സസ്സാണ്. അപ്പോൾ അതൊരു എല്ലാവർക്കും ഒരു ഹെൽപ്പാണ്. പിന്നെ അവിടെ നിന്ന് ബസ് കിട്ടും ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട്. അതാണ് പോണ വഴി കേട്ടോ. ഇവിടെയൊക്കെ ഈവനിങ് ആകുമ്പോൾ ഭയങ്കര തിരക്കാണ്. ഒരു 5 മണി കഴിയുമ്പം തിരക്ക് തുടങ്ങും. നല്ല തിരക്കുള്ള സ്ട്രീറ്റാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു അൽമദീന ഹൈപ്പർ മാർക്കറ്റുണ്ട്. നല്ല ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ ഇത്. എല്ലാം കിട്ടും, എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. എൻട്രൻസ് ഞാൻ പറഞ്ഞില്ലേ, വേപ്പിൻ്റെ ഉണ്ടോ വലിയ മരങ്ങൾ നിൽക്കുന്നത്. ഇതുള്ളതുകൊണ്ട് തണൽ കിട്ടും ചില ഏരിയസിലൊക്കെ. പിന്നെ വേറൊരു മരം നിൽക്കുന്നുണ്ടോ. ഒരു മിക്കടുത്ത സ്ഥലത്തും മരങ്ങളെല്ലാം ഇങ്ങനെ വെട്ടിക്കളയാതെ സൂക്ഷിക്കുക. ഇതിലെല്ലാം ചെറിയ ചെറിയ കുരുവികൾ, കിളികൾ ഇവിടെ കൂടുകെട്ടി അവിടെ ഇരിക്കും കേട്ടോ. ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്, ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുമുണ്ട് ഒത്തിരി ചെറിയ കുരുവികൾ. ഒത്തിരി കടകളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് എല്ലാ ഓഫീസും 1/2 മണിക്കൂർ ലേറ്റായി പോയാൽ മതി. പിന്നെ 8 മണിക്ക് ആയിരുന്നു, ഇപ്പോൾ 8:30
ചില ഓഫീസസ് 9 മണി അങ്ങനെയൊക്കെയാണ്. ഈ കടയുടെ ഫ്രണ്ടിൽ എന്താ ചെടികളൊക്കെ വെച്ചേക്കുന്നു. ഇത് നമുക്ക് 1 രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ, ഒരു തരം കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് അത് എടുക്കണം. നമ്മൾ കറക്റ്റ് എടുത്താൽ പാവ കിട്ടും. നമുക്ക് മിക്കവർക്കും കിട്ടാറില്ല. അത് കറക്റ്റ് നമ്മളത് എടുക്കണം. അത് ഒരു 10 സെക്കൻഡൊക്കെ കാണത്തുള്ളൂ. ആ സമയത്തിന് നമ്മളെടുത്ത് കഴിഞ്ഞാൽ ഒരു പാവ കിട്ടും. അതിൽ നിന്ന് കോയിനിട്ടിട്ടെടുക്കാം. ഞാൻ മെട്രോ സ്റ്റേഷൻ എത്തി കേട്ടോ, കുറിച്ചുമ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലുണ്ട്, അത് പ്രവാസി പ്രകാശാണ്. അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.